എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ മുട്ടത്തീയലാണ്. വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന കറികളിൽ ഒന്ന് തന്നെയാണ്. ചോറിന്റെ കൂടെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ്. എങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാനും നമ്മുടെ വീടുകളിൽ നിത്യം ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് കൂട്ടാനും വളരെ ടേസ്റ്റ് ആണ്. ഇതുപോലൊരു മുട്ടത്തീയൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു മുട്ടത്തീയലിലേക്ക് കുറച്ച് നാളികേരമൊക്കെ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. നാളികേരം വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് നല്ല മെറൂൺ കളറിലേക്ക് വറുത്തെടുക്കുമ്പോഴാണ് മുട്ടത്തീയലിന്റെ കളറും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമാകുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് മുട്ടത്തീയൽ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടെ. ഇനി ഒരു 2 ചെറിയ സവാള കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ സവാള നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വാടി കിട്ടണം. അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർക്കാം. പച്ചമുളക് കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 3 ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതാണ്. ചെറിയ പീസുകളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് പൊടിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ഉരുളക്കിഴങ്ങ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തീയലിന് ആവശ്യമായ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. ഒന്നുകൂടെ മൂടി വെക്കാം. ഇനി കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ തിളച്ചൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് അരമുറി നാളികേരം, ഒരു 5-6 ചെറിയ കൊച്ചുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് 3ആയി ഒടിച്ചത്, ഒരു ചെറിയ തക്കോല, 3 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക്, 4 ഏലക്ക, അതുപോലെ 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് വറുത്തെടുത്തിട്ട് വരാം. നാളികേരം വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വേണം വറുത്തെടുക്കാനായിട്ടും. ഇപ്പോൾ നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ നാളികേരം നല്ല പോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. പൊടികളും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് താഴേക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊടികളിപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെ ചൂടൊന്ന് ആറി വരാനായിട്ട് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. അങ്ങനെ നമ്മുടെ വറുത്തരപ്പിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഉരുളക്കിഴങ്ങ് അടുപ്പിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് അധികം ഒന്നും കലങ്ങി പോവാതെ തന്നെയാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരക്കൂട്ടൊന്ന് ചേർക്കാം. നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരണം. ഇനിയിപ്പോൾ കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കറി അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും കറി നല്ല കട്ടിയായിട്ട് മാറുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി ഒന്ന് നല്ലോണം തിളച്ച് കുറുക്കിയ പാകത്തിലേക്ക് ഒന്ന് ആയി കിട്ടണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കറിയുടെ താരമായിട്ടുള്ള മുട്ട കൂടെ ചേർക്കണം. നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട കൂടെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. മുട്ടയും കൂടി ചേർത്ത് കറി ഒന്ന്
ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള മുട്ടത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു മുട്ടത്തീയൽ നിങ്ങൾ എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.